തിരുവനന്തപുരം ആറ്റിങ്ങൽ ആലങ്കോട് ഗവൺമെന്റ് VHSCയിൽ റാഗിംഗ് എന്ന് പരാതി. +1 വിദ്യാർത്ഥികളാണ് പരാതി നൽകിയത്. +2 വിദ്യാർത്ഥികൾ ആക്രമിച്ചതായാണ് പരാതി. ആക്രമണത്തിൽ വിദ്യാർത്ഥിയുടെ കണ്ണിന് പരിക്കേറ്റു. 2 വിദ്യാർത്ഥികൾക്ക് പരുക്കുമേറ്റിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമാണ് ആലങ്കോട് ഗവൺമെന്റ് VHSലെ +2 വിദ്യാർത്ഥികളും +1ന് പുതുതായി അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികളും തമ്മിൽ സംഘർഷമുണ്ടായത്. അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികളോട് സീനിയർ വിദ്യാർത്ഥികൾ വീണ്ടും പേര് ചോദിക്കുകയും ഇവർ പേര് പറഞ്ഞപ്പോൾ ശബ്ദം കുറഞ്ഞുപോയി എന്ന് പറഞ്ഞ് ആക്രമിക്കുകയും ചെയ്യുകയായിരുന്നു. 10ഓളം സീനിയർ വിദ്യാർത്ഥികൾ ചേർന്നാണ് വിദ്യാർത്ഥികളെ ആക്രമിച്ചതെന്നാണ് പരാതി. അതിൽ 2 വിദ്യാർത്ഥികൾക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. കണ്ണിനും തലയ്ക്കും ശരീരത്തിലും മർദ്ദനമേറ്റതായാണ് പരാതി. ചുമ്മാ ഇരുന്ന് എൻ്റെ അവിടെ ഇട്ടിടിച്ച് തലയ്ക്ക് കൈ നിവർത്തിട്ടിട്ട് തലയുടെ അവിടെ ഇട്ടിടിച്ച് എൻ്റെ മുഖത്ത് ഔട്ടി. പിന്നെ എന്തിരി ഇവനെ കണ്ണിൻ്റെ അവിടെ ഇട്ടിടിച്ചു കൊടുത്ത് പിന്നെ അവൻ ബോധം കിട്ട് വീണ് ഇടിയിട്ട് താഴെ വീണപ്പോഴത്തേക്കും താഴെ ഇട്ട് കുറെ ഇടിച്ച് ചവിട്ടൊക്കെ ചെയ്തായിരുന്നു. ശരിക്കും അടിച്ച് 10-20 അകത്ത് ആൾക്കാരുണ്ട്. അവർ 2 ക്ലാസ് ഉണ്ടായിരുന്നു +2 സീനിയേഴ്സ്. ഇതേ തുടർന്ന് കഴിഞ്ഞ ദിവസം തന്നെ സീനിയർ വിദ്യാർത്ഥികളായ 7 പേരെ സസ്പെൻഡ് ചെയ്തുവെന്ന് പ്രിൻസിപ്പൽ പറഞ്ഞു. അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഉപദ്രവിച്ചിട്ടുണ്ട്. ഒരു വിഭാഗം മാത്രമല്ല, നമ്മളത് നിയന്ത്രണത്തിൽ കൊണ്ടുവരികയും ചെയ്ത് അതിൽ 1-2 കുട്ടികൾക്ക് മുറിവേറ്റിട്ടുണ്ട്. അപ്പം മുഴുവൻ രക്ഷകർത്താക്കളെയൊക്കെ വിളിച്ചു വരുത്തുകയും സ്കൂൾ അച്ചടക്ക സമിതി കൂടുകയും PTA കമ്മിറ്റിയും എല്ലാ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സും ഒക്കെ കൂടി അന്ന് തന്നെ നടപടികൾ എടുത്തിട്ടുണ്ട്. 7 കുട്ടികളെ ഇതിൽ ആരോപണ വിധേയരായിട്ടുള്ള 2ാം വർഷം റാഗിംഗ് എന്ന വകുപ്പിൽ പരാതി കിട്ടിയതുകൊണ്ട് 2ാം വർഷ വിദ്യാർത്ഥികളെ 7 പേരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അതേസമയം +2 വിദ്യാർത്ഥികളെ ഭയന്നാണ് അധ്യാപകർ ജീവിക്കുന്നതെന്ന് രക്ഷിതാക്കൾ ആരോപിച്ചു. ആലങ്കോട് ഹൈസ്കൂളിനകത്താണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഗുണ്ടകളുള്ളതെന്നാണ് അറിയാൻ കഴിയുന്നത്. കാരണം അവരെ ഭയന്നാണ് ഇപ്പോൾ അധ്യാപകർ ജീവിക്കുന്നതെന്നാണ് അധ്യാപകർ എന്നോട് പറഞ്ഞത്. കാരണം ഇതിന് മുമ്പ് ഇവിടെ ഇതേപോലെ സംഭവം ഉണ്ടായി. ഞാൻ അധ്യാപകരോട് പരാതിപ്പെട്ടപ്പോൾ ആ പരാതിപ്പെട്ട എന്നെയും അധ്യാപകരെയും ആക്ഷേപിച്ച സംഭവം ഉണ്ടായിട്ടുണ്ട്. സംഭവത്തിൽ നഗരൂർ പോലീസിലും പരാതി നൽകിയിട്ടുണ്ട്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.